കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. 3 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പട്ടാമ്പി ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ 3 കോടി രൂപ ചിലവിൽ പുതുതായി നിർമ്മിക്കുന്ന ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. പട്ടാമ്പി EMS പാർക്കിൽ വെച്ച് നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ഫയർ സ്റ്റേഷൻ 2016 ഞാൻ ജനപ്രതിനിധിയായി വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു പട്ടാമ്പി ഫയർ സ്റ്റേഷൻ വേണമെന്നത്. പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതിന് സ്ഥലമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. അവസാനം തെരഞ്ഞെടുപ്പിനൊക്കെ കുറച്ചു മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഞാനും വിനയേട്ടനും കൂടി ഒരു പോക്കുപോയി. അന്ന് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവர்களോട് ഞങ്ങൾ പറഞ്ഞു, പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ്, അതെന്തായാലും പാലിക്കേണ്ടതാണ്, ആ ഫയർ സ്റ്റേഷൻ ഒന്ന് യാഥാർത്ഥ്യമാക്കണം. അപ്പൊ മുഖ്യമന്ത്രി സ്വതസിദ്ധമായ ശൈലിയിൽ ഒരുപാടൊന്നും സംസാരിക്കില്ല, നമുക്ക് ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴും ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു, നടക്കുമോ എന്ന്. 2021 ഇലക്ഷനിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന്റെ അവസാനം മുഖ്യമന്ത്രി അവസാനം പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത പരിപാടി പട്ടാമ്പി ഫയർ സ്റ്റേഷൻ ആരംഭിച്ചുകൊണ്ടായിരുന്നു. ആ വാഗ്ദാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാലിച്ചു. KRFB PMU ടീം ലീഡർ R. സിന്ധു, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാജി ശിവദാസ്, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി, KRFB പ്രോജക്ട് ഡയറക്ടർ M. അശോക് കുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.